സാർ, അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി മണ്ഡലങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളും കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്. ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു 10 സെലിബ്രിറ്റി മണ്ഡലങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? നമുക്കത് അവരുടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്ന സംഗതി തിരുവനന്തപുരത്താണ്. നേമമാണ്. കാരണം നേമത്ത് ഒരു ശക്തമായൊരു ഫൈറ്റിന് കോൺഗ്രസ് അവിടെ ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻകുട്ടിയുടെ കാര്യം ബുദ്ധിമുട്ടാവും. കഴിഞ്ഞ ഒ രാജഗോപാൽ ജയിച്ച സമയത്ത് ശിവൻകുട്ടിയും ഒ രാജഗോപാലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 67,813 വോട്ട് ഒ രാജഗോപാലിന് കിട്ടി. ശിവൻകുട്ടിക്ക് 59,142. അന്ന് സുരേന്ദ്രൻപിള്ള മത്സരിച്ചത് UDFന്റെ സുരേന്ദ്രൻപിള്ളയ്ക്ക് വെറും 13,860 വോട്ടായിരുന്നു. പിന്നീട് 21 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് ശിവൻകുട്ടി 55,837 വോട്ട് പിടിച്ച് ജയിച്ചു. 51,000 ശിഷ്ടം 51,858 വോട്ടിന് കുമ്മനം രാജശേഖരൻ രണ്ടാമത് വന്നു. കെ മുരളീധരൻ അന്നും കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ BJPക്കെതിരെ കൊണ്ട് നിർത്തി അക്കൗണ്ട് ക്ലോസ് ചെയ്യിക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷെ അന്ന് മുരളീധരൻ 36,528 വോട്ട് പിടിച്ച് 3ാം സ്ഥാനത്തേക്ക് എത്തേണ്ടി വന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ അവിടെ ശബരിനാഥിനെ ഇറക്കിയിരിക്കുന്നത്. കാരണം ശബരിനാഥിനെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഇറക്കി. അത് ഭയങ്കര സക്സസ് ആയിരുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം 19 സീറ്റ് തിരുവനന്തപുരത്ത് UDF ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP കോർപ്പറേഷൻ പിടിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് അവിടെ കോൺഗ്രസ് നേടിയത്. അതിൻ്റെ ഒരു മുഖ്യമായ ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് ശബരിനെ ഇറക്കിയതിൻ്റെ പേരിലാണ്. ഇപ്പോഴും ശബരിനാഥന് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കോൺഗ്രസിന് നിന്ന് കഴിഞ്ഞാൽ വലിയ പരിക്കില്ലാതെ ഇപ്രാവശ്യത്തെ കാലാവസ്ഥയിൽ ജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷെ എന്നാലും കേരളം മുഴുവൻ നോക്കുന്നത്, ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ നോക്കുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ സീറ്റിലേക്കാണ് നോക്കുന്നത്. അവിടെ BJP എതിർക്കാനായിട്ട് കോൺഗ്രസ് ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇടുന്നു. അതായത് പരീക്ഷണം എന്ന നിലയിലാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അവിടെ ശക്തമായ ഇത് നടന്നു കഴിഞ്ഞാൽ ഒരിക്കൽ അക്കൗണ്ട് തുറന്നത് നിയമം വഴിയാണ് BJP. അപ്പോൾ അവിടെ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ്. വോട്ടിൻ്റെ പാറ്റേണും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലമാണ്. അവിടെ BJPയുടെ പ്രസിഡന്റിനെ നേരിടാനായിട്ട് ശബരിനാഥനെ ഇറക്കുന്നു. അതിനകത്തൊരു സ്റ്റേറ്റിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ജനറൽ ഇലക്ഷൻ ഞങ്ങളാണ് BJPയെ കേരളത്തിൽ നേരിടുന്നത്. രണ്ടായാലും കോൺഗ്രസ് അതല്ലെങ്കിൽ UDF ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അത് കോൺഗ്രസ്. അതേ സമയത്ത് BJPയും CPMും തമ്മിൽ കൃത്യമായ ഡീൽ ഉണ്ടെന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡീല് കാണാം. പലയിടത്തും ഓരോ ഡീലുകൾ കാണാനുണ്ട്. അതിനകത്ത് ഈ VD സതീശൻ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമുക്കറിയാമായിരുന്നു ഇതിന്റെ ടോൺ എങ്ങോട്ടാണ് പോകുന്നത്. BJPയും CPMും ഉന്നയിക്കുന്നത് ഒരേ പ്രചരണത്തിൽ ഒരേ പോയിന്റ് തന്നെയാണ്. UDF വന്നു കഴിഞ്ഞാൽ കേരളം മുസ്ലിങ്ങൾ മതരാഷ്ട്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങളുടെ പിടിയിലാവും. അപ്പോൾ അതിനെ നേരിടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം 2021 എൻ ബ്ലോക്കായിട്ട് പിണറായി വിജയന് പോയി. അത് തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ശബരിനാഥിനെ അവിടെ ഇട്ട് മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് 2011 ഒ രാജഗോപാലിന് 67 വോട്ട് കിട്ടിയ സമയത്ത് 2021 55,000 ശിഷ്ട വോട്ടിന്റെ ഏകദേശം 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശിവൻകുട്ടിയോട് ജയിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ട്
കൃത്യമായിട്ട് ശിവൻകുട്ടിക്ക് അവിടെ പോയി നിയമമണ്ഡലത്തിൽ. ഇപ്രാവശ്യം ആ വോട്ട് നേരെ ശബരിനാഥിലേക്ക് പോകും. അപ്പോൾ അവിടെ വരുന്ന കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും രാജീവ് ചന്ദ്രശേഖറും ശബരിനാഥും തമ്മിലുള്ള കോണ്ടസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിയമമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ശിവൻകുട്ടിയുടെ കാര്യം എത്ര തന്നെ ശിവൻകുട്ടിക്ക് അവിടെ പിന്നെ സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരനെ നേരിടുക എന്നുള്ള ഒരു രാഷ്ട്രീയ മെസ്സേജാണ് കോൺഗ്രസ് കൊടുക്കുന്നത്. ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി സംസ്ഥാനത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുന്ന രീതിയിൽ, സ്വാധീനിക്കുന്ന രീതിയിൽ ഉള്ളൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ശബരിനാഥിനെ അവിടെ ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ ഇനി ശബരിനാഥ് ജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. രണ്ടായാലും ശിവൻകുട്ടിയുടെ കാര്യം പരുങ്ങലിലാണെന്ന് നമുക്ക് തീർത്ത് പറയുകയും അതോടൊപ്പം തന്നെ മത്സരം ശബരിനാഥും രാജീവ് ചന്ദ്രശേഖരനും കഴിഞ്ഞ 2 തവണയും 3-ാം തവണ പരിതാപകരമായിട്ട് 3-ാം തവണ വന്നതായിരുന്നു 2016 തെരഞ്ഞെടുപ്പിൽ. 13,000 ശിഷ്ട വോട്ടേ ഉണ്ടായിരുന്നു. കെ മുരളീധരൻ വന്നത് 36,000 ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊട്ടാരക്കരയ്ക്ക് പോവുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ 2016 43,000 ശിഷ്ടം 43,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് LDFന്റെ ഐഷ പൂറ്റി അവിടെ വിജയിക്കുന്നത്. അതായത് UDF സ്ഥാനാർത്ഥിയുടെ കിട്ടിയ വോട്ടിനേക്കാൾ 2,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് 43,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പൂറ്റി അവിടെ ജയിക്കുന്നത്. എന്നാൽ KN ബാലഗോപാൽ അവിടെ 2021 വന്നപ്പോഴത്തേക്ക് CPMന്റെ ഐഷ പൂറ്റിയെ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ബാലഗോപാൽ വരുന്ന സമയത്ത് ഈ 40,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 ഭൂരിപക്ഷത്തിലേക്ക് കുറയുന്നു. ഇത് ഐഷ പോറ്റിയുടെ ഒരു പ്രത്യേകതയും ഐഷ പോറ്റിക്കുള്ള സ്വീകാര്യതയും ഐഷ പോറ്റി കൊട്ടാരക്കര ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്വാധീനവുമാണ് ആ 2016 ഭൂരിപക്ഷത്തെ കാണിച്ചത്. അവരെ തഴഞ്ഞു എന്നുള്ളൊരു ധാരണ, അവരെ പാർട്ടി ഒതുക്കി എന്നുള്ളൊരു ധാരണ ഈ കഴിഞ്ഞ 5 വർഷം ശരിക്കും അവർ നേരിടുകയും അവർ വളരെയധികം ആകപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഐഷ പോറ്റി UDFന്റെ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഐഷ പോറ്റിക്ക് ഈ അവിടെ കൊട്ടാരക്കരയിലുള്ള ജനസ്വാധീനം അത് കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഐഷ പോറ്റിക്കാണ്. പക്ഷേ ഈ രശ്മി BJPയിലേക്ക് പോയത് കോൺഗ്രസിന് എന്തെങ്കിലും അടിയാവുമോ? രശ്മി BJPയിലേക്ക് പോയത് തീർച്ചയായിട്ടും ഗുണമുണ്ടാകുന്നത് ഐഷ പോറ്റിക്കായിരിക്കില്ലേ? എങ്ങനെ? ഇപ്പം BJPക്ക് കാര്യമായിട്ടുള്ള ഒരു മെച്ചം രശ്മി BJPയിലേക്ക് വരുന്നുണ്ടാവും. അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് ഇപ്രാവശ്യം സീറ്റ് കിട്ടാതെ വന്നതുകൊണ്ട് BJPയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നു. മാത്രമല്ല അവിടെ 20,000-ലേറെ വോട്ടിന്റെ ഒരു ഷെയറാണ് BJPക്കുള്ളത് സ്ഥാനം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് 2 തവണയും 20,000 അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എടുക്കുന്ന ഒരു വോട്ടാണ് ഇതുവരെയുള്ള ഇത് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് ഈ LDFും UDFും തമ്മിലുള്ള വോട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം രശ്മി ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സാധ്യത ഉണ്ടാവാം, രശ്മി കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചെന്നിരിക്കാം. എന്നിരുന്നാൽ പോലും ഐഷ പോറ്റിക്കുള്ള ഒരു സ്വാധീനത്തിന്റെ ഒരു പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് ഈ മണ്ഡലത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഐഷ ബാലഗോപാലിന് നന്നായിട്ട് വേർക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഈ ഡീലിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ബാലഗോപാലിന് നല്ല ബുദ്ധിമുട്ടാണ്, വേർക്കേണ്ടി വരും. പക്ഷെ ഐഷ പോറ്റിക്കാണ് അവിടെ ഒരു മുൻതൂക്കം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് പോവുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലും ഇപ്പോൾ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മൾക്കിവിടെ കാണും. 2016 മുരളീധരനായിരുന്നു അവിടെ 51,322 വോട്ട് വാങ്ങി ജയിച്ചു. കുമ്മനത്തിന് 43,700, TN സീമയ്ക്ക് 40,000 ശിഷ്ടം കിട്ടി. അത് 2021 ആയപ്പോഴത്തേക്ക് പ്രശാന്ത് 61,111 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. രാജേഷ് BJPയുടെ രാജേഷ് 39,596. അതുപോലെ തന്നെ വീണ S നായർ 35,455. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ
പറഞ്ഞതുപോലെ മുരളീധരനും പിന്നെ VK പ്രശാന്തും ശ്രീലേഖയും തമ്മിലാണ് മത്സരം ഉണ്ടാക്കുന്നത്. അത് മുരളീധരൻ അവിടെ വ്യക്തിപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ വൈകാരികമായിട്ടും ഒക്കെ കുറെ അടുപ്പവും ആ ബന്ധങ്ങൾ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുരളീധരന് സ്വാധീനം നന്നായിട്ട് വട്ടിയൂർക്കാവിലുണ്ട്. അതോടൊപ്പം തന്നെ VK പ്രശാന്ത് ഈ പറഞ്ഞതുപോലെ നല്ല സ്വാധീനമുള്ള ഒരു CPM-ന്റെ MLA ആയിരുന്നു. മേയർ ബ്രോ ഇതുണ്ടായിരുന്നു. പിന്നെ മണ്ഡലത്തിൽ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അനുകൂലമായ ഘടകങ്ങളായിരുന്നു. പിന്നെ ഈ മേയറായിട്ടിരുന്നതിന്റെ ഭരണപരിചയം ഒരുപാട് MLA ആയിട്ട് കുറേ കൂടെ ഒരു പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറേ പദ്ധതികളൊക്കെ VK പ്രശാന്ത് കൊണ്ടുവന്നിരുന്നു. പക്ഷെ എന്നിട്ടെന്ന് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോഴത്തേക്ക് ആ പാറ്റേണിലേക്ക് VK പ്രശാന്തിന് അനുകൂലമായ ഘടകങ്ങൾ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ശ്രീലേഖ വട്ടിയൂർക്കാവിൽ എത്രമാത്രം ശക്തമായ അവരുടെ കാൻഡിഡേറ്റ് ആണെന്നുള്ളതാണ്. അത് മുരളീധരൻ്റെയും VK പ്രശാന്തിൻ്റെയും മുമ്പിൽ ശ്രീലേഖ അത്ര ശക്തയായ ഒരു BJP കാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അവിടെ ശരിക്കും മത്സരം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ മുരളീധരനും VK പ്രശാന്തും തമ്മിൽ വരികയും അവർ തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറാനാണ് വട്ടിയൂർക്കാവിൽ നിന്ന് സാധ്യത വരുന്നത്. പിന്നീട് പത്തനാപുരത്തേക്ക് പോകുമ്പോൾ പത്തനാപുരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. പത്തനാപുരം കേരളത്തില് 2-3 ഘടകങ്ങളാണ് പത്തനാപുരം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. പത്തനാപുരത്തെ ജനത ഈ പൊതുജീവിതത്തിലെ പബ്ലിക് ലൈഫിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഈ വ്യക്തികളുടെ ധാർമ്മികതയ്ക്ക് എത്ര മാത്രം പ്രാധാന്യമുണ്ട് ഇല്ല എന്ന് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ്. ഗണേഷ് കുമാർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പത്തനാപുരത്തുകാർ മൂല്യങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നും അർപ്പിക്കാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞതുപോലെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ വിവിധമായിട്ടുള്ള വലിയ മറ്റ് സ്ത്രീകളുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ തോന്നുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന യാതൊരു മൂല്യങ്ങളോടും കടപ്പാടില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അത് പൊതുജനത്തിന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഗണേഷ് കുമാർ. അപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പം ഗണേഷ് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ ഒരു പടം തന്നെ അല്ലെ ഈ കാണാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ കണ്ട ചിത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ആ ബ്ലാക്ക് മെയിലിന് മുഖ്യമന്ത്രി വിധേയനാവുകയും ഇരയാവുകയും പിന്നീട് അവർ ജയിക്കുകയൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ അത് നമ്മൾ കാണേണ്ട സംഗതി ഈ പത്തനാപുരത്തുകാർ ഇത്തരം മൂല്യങ്ങൾക്ക് എന്ത് വില കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പുറത്തു വരും. രണ്ടാമത്തെ കാര്യം, ഈ അസംബ്ലി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് വളരെ UDF-ന് വളരെ അനുകൂലമായ ഒരു പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് അതാണ് ഇതുവരെ ജയിക്കാതിരുന്ന മണ്ഡലങ്ങളിലും ത്രിതല പഞ്ചായത്തിലും പഞ്ചായത്തുകളും വാർഡുകളും ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിലുള്ള അംഗസംഖ്യയും ഒക്കെ തന്നെ പത്തനാപുരത്ത് UDF നേടിക്കഴിഞ്ഞു. അപ്പം അതേപോലെ കഴിഞ്ഞ 5 വർഷം ആയിട്ട് ജ്യോതികുമാർ ചാമക്കാല അവിടെ താമസിച്ചു രണ്ടായാലും ജയിച്ച് പിന്മാറൂ എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ മണ്ഡലത്തിലെ കാണുന്നു. അപ്പൊ ഇത്തരം ഘടകങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ജ്യോതികുമാർ ഇപ്പൊ അവിടെ പരിചിതനായി കഴിഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെ ഓരോ വിഷയങ്ങളിലും ചെറിയ വിഷയങ്ങളിലും മരണത്തിലും വിവാഹത്തിലും നിശ്ചയത്തിലും എല്ലാത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെ ജനങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവുന്നു. പിന്നീട് ഈ ഗണേഷ് കുമാറിന് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ഡിഫൻസുകളിലേക്ക് പോണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിലുള്ളവർക്ക് എന്നോട് സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തള്ളി വരുന്ന ചില വികാരങ്ങളുണ്ട്. പൊതുജനത്തിന് തന്നെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ ആരേക്കാൾ കൂടുതൽ ധാരണ ഗണേഷ് കുമാറിനുണ്ടാവും. ആ ധാരണയെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു തരം വൈകാരിക വായ്പ് ഞാനും മണ്ഡലത്തിലുള്ളവരുണ്ട് എന്നൊക്കെ ഉള്ളത് സ്ഥാപിച്ചെടുത്തിട്ടാണ് ഗണേഷ് കുമാർ അതുപോലെ സിനിമയുടെ ഒരു പരിവേഷമൊക്കെ ഒരു നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് അവിടെ ജയിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്രാവശ്യം ഇപ്പൊ NSSന്റെ വിഷയം വന്നു. ആ NSSL താലൂക്ക് യൂണിയനിൽ നിന്ന് അദ്ദേഹത്തിന് കൂടുള്ളവർ രാജിവെക്കുന്നു, അദ്ദേഹത്തിന് അത് പിരിച്ചുവിടുന്നു. അപ്പൊ NSS യൂണിയനിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു പിന്തുണയും ഗണേഷ് കുമാറിന് പോകുന്നുണ്ട്.
അപ്പൊ ഈ ഗണേഷ് കുമാർ ഒട്ടനവധി പ്രതികൂല ഘടകങ്ങളും വളരെ പരിമിതമായ ഗുണഘടകങ്ങളും വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. KSRTC നല്ല രീതിയിൽ കുറച്ച് മെച്ചപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു നല്ല മന്ത്രിയായി പ്രവർത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെയുള്ള പിന്നെ അവിടെ മണ്ഡലത്തിലും കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. അത്തരം പരിമിതമായ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിന് നെഗറ്റീവാണ്. മറിച്ച് ഗണേഷ് കുമാറിന് നെഗറ്റീവായിട്ടുള്ള സംഗതികളെല്ലാം തന്നെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോസിറ്റീവാണ്. ഒരു മൂല്യത്തിന്റെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ട് വേണമെങ്കിൽ അവിടുത്തുകാർക്ക് കാണാൻ കഴിയും, അല്ലേ? വ്യക്തി ജീവിതവും പിന്നെ പൊതുജീവിതവും തമ്മിൽ എങ്ങനെയായിരിക്കണം ബന്ധമുണ്ടാവേണ്ടത്, വ്യക്തി ജീവിതത്തിൽ വ്യക്തിക്ക് എങ്ങനെയും ജീവിക്കാമോ, പുറത്തുള്ള നിങ്ങളുടെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതിയോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് മെയിലിംഗ് ഇഷ്യൂ ഒക്കെ വരും. നിങ്ങളുടെ ക്യാരക്ടർ ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എളുപ്പമാണ്, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന്റെ പേരിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്ത് ആനുകൂല്യമാണ് സ്റ്റേറ്റിന്റെ അവർ കരസ്ഥമാക്കിയെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അവിടെ വ്യക്തിയുടെ ജീവിതം പ്രധാനമാണ്, അല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഇത് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് വെച്ച് നോക്കുമ്പോഴും സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വെച്ച് നോക്കുമ്പോഴും പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോഴും 10,000 ശിഷ്ട വോട്ട് മാത്രമേ മാറേണ്ടതുള്ളൂ, അല്ലേ? അപ്പൊ ആ ഒരു പശ്ചാത്തലം നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് അവിടെ അനുകൂലമായ ഒരു ഘടകമാണ്. ഗണേഷ് കുമാറിന് ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയുമാണ്. അപ്പോ അതാണ് പത്തനാപുരത്തിന്റെ ഒരു അവസ്ഥ. പിന്നീട് നമ്മൾ അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ, അമ്പലപ്പുഴയിൽ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റാർ മണ്ഡലമാണ്. ആ സ്റ്റാർ മണ്ഡലം കാരണം എന്ന് പറയുന്നത് ജി സുധാകരന്റെ സാന്നിധ്യമാണ്, അല്ലേ? അപ്പോൾ അമ്പലപ്പുഴക്കാർക്ക് ഒരു പരിചയക്കേടെന്ന് പറയുന്നത് അരിവാൾ ചുറ്റിയ്ക്ക് പകരം ഇപ്രാവശ്യം സുധാകരന്റെ ചിഹ്നം എന്താണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. കൈപ്പത്തി ആകാൻ വഴിയില്ല, സ്വതന്ത്രനാണല്ലോ, അല്ലേ? അപ്പോൾ ജി സുധാകരൻ അവർക്ക് വളരെ പരിചിതമാണ്. പക്ഷെ അവർക്ക് ചിഹ്നം ജി സുധാകരന്റെ എതിർവശത്തുള്ള ചിഹ്നം പുതിയതായ ചിഹ്നത്തിലേക്ക് കുത്തേണ്ടി വരും. ജി സുധാകരന് അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. CPM-നകത്തുള്ളതും അദ്ദേഹത്തിന്റെ പൊതു സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയും അഴിമതി രഹിതമായിട്ടുള്ള ഒരു പ്രതിച്ഛായയുണ്ട്. അതേപോലെ തന്നെ വ്യക്തി ജീവിതത്തിലെ സംശുദ്ധിയുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, സാംസ്കാരികമായ അദ്ദേഹത്തിന്റെ ഗുണപരമായ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല കേരളത്തെ മുഴുവൻ ഇത് സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അമ്പലപ്പുഴയിൽ അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇപ്പൊ സലാമാണ് LDFന്റെ അവിടെ കാൻഡിഡേറ്റ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് സുധാകരന് വളരെയധികം വൈകാരിക ബന്ധമുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ അതോടൊപ്പം തന്നെ CPM-ന് ഇപ്പോൾ സലാം CPM-ന്റെ LDFന്റെ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ BJP-യുമായിട്ടുള്ള ഡീല് അമ്പലപ്പുഴയിലും ചർച്ചാ വിഷയവും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് സുധാകരനും അവിടുത്തെ മുസ്ലിം സമുദായം തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധവും BJP-യും CPM-ഉം തമ്മിലുള്ള ഡീലിനെ കുറിച്ചൊക്കെയുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് സലാം ഒരു മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പിന്തുണ സലാമിന് കിട്ടാൻ സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ പിന്നെ അവിടത്തേക്ക് SDPI വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. SDPI-യും സലാമും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ആ വോട്ടുകൾ അങ്ങോട്ട് വരുന്ന കാര്യം. പക്ഷെ എങ്കിലും പൊതുവെ അവിടെ ഒരു നല്ല ശതമാനം മുസ്ലിങ്ങൾ ഇപ്രാവശ്യം സുധാകരന് തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത ഉണ്ടാകുന്നത്. അമ്പലപ്പുഴയിൽ പൊതുവെ നോക്കുന്ന സമയത്ത് സുധാകരൻ ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. നമുക്ക് ആറന്മുളയിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ആറന്മുളയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം ആണ് ശരിക്കൊരു മത്സരം ആറന്മുളയിൽ നടക്കാൻ പോകുന്നത്. വീണ ജോർജ് ശരിക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം നേരിടാൻ പോകുന്നത് ഇപ്രാവശ്യമാണ്. കാരണം കുമ്മനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളയും കുമ്മനവും തമ്മിൽ ഏതാണ്ട് ഒരു സിനോണിമസ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. കുമ്മനത്തിന് അവിടെയുള്ള മിക്ക പിന്നെ വീടുകളും നേരിട്ടറിയാം. കുമ്മനം അവിടെ ഉദാഹരണത്തിന് അവിടെ ഈ മറ്റേ എയർപോർട്ട് വരുന്നതിനെ സംബന്ധിച്ചിട്ട് പ്രക്ഷോഭത്തിലൊക്കെ നയിച്ചത് കുമ്മനമാണ്.
പിന്നെ അതേപോലെ അവിടുത്തെ വാസ്തുശില്പ പഠന കേന്ദ്രമുണ്ട് ആറന്മുള. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവിടെ സജീവ സാന്നിധ്യമാണ്. പിന്നെ ആറന്മുളയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട് പോലെ. അദ്ദേഹം ഉറങ്ങുന്നതും ആറന്മുളയ്ക്ക് അത്രയധികം, ആറന്മുളയുമായിട്ട് വളരെയധികം ഗാഠമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ. പിന്നെ അത് മാത്രമല്ല, അവിടെ 55 മുതൽ 58% വോട്ടർമാരും ആറന്മുളയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്, നായർ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 35% വരുന്ന ഈ ഓർത്തഡോക്സ് വീണ ജോർജിന്റെ വിഭാഗത്തിൽപ്പെട്ട ആ ചർച്ചിൽപ്പെട്ട ആൾക്കാരാണ്. എനിക്കൊന്നും ഇപ്പൊ മത്സരിക്കുന്ന അബിൻ വർക്കിയും അതേ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ അബിൻ വർക്കിയും വീണയും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ, നല്ല ടൈറ്റ് ഇത് വരും. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് വോട്ടുകൾ വിഭജിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ഒരു BJPക്ക് വളരെ അനുകൂലമായ ഒരു ഘടകമുണ്ട്. ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ശബരിമല വിഷയങ്ങളാണെങ്കിലും സ്ത്രീ പ്രവേശന വിഷയമൊക്കെ ആണെങ്കിലും ഇതൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് ആറന്മുള എന്ന് പറയുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ സ്ഥലവും കൂടെയാണ്. അപ്പൊ അവിടെ കുമ്മനമാണ് BJPക്ക് മത്സരിക്കുന്നത്. കുമ്മനമാണ് BJPക്ക് മത്സരിക്കുന്നത്. അവിടെ BJPക്ക് നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും ശക്തനായ കാൻഡിഡേറ്റ് ആണ് കുമ്മനം രാജശേഖരൻ. അപ്പൊ കുമ്മനം രാജശേഖരൻ ഇപ്രാവശ്യം ഈ 3 പേരും കൂടെ ഏകദേശം നല്ല ഒരു മത്സരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം 3 പേരും നല്ല കാൻഡിഡേറ്റ് ആണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അബിൻ വർക്കി ഇപ്പൊ കോൺഗ്രസിന്റെ വളരെയധികം യുവാക്കളുടെ ഇടയിലും പിന്നെ മാത്രമല്ല ചാനൽ ചർച്ചകളിലേക്ക് വന്ന് വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസ് സംസാരിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല വളരെ പിന്നെ പഠനശേഷിയും ഒക്കെയുള്ള ഒരു യുവ നേതാവാണ് അബിൻ വർക്കി. അപ്പൊ അബിൻ വർക്കി നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരെ അദ്ദേഹത്തിനെ ചിന്തിച്ചതാണ് അല്ലെ പ്രസ്ഥാനം. മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പോയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തോട് മത്സരിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടതായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അബിൻ വർക്കി, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ മറ്റു പല സാമുദായിക പരിഗണനകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതിൽ നിന്ന് പോകേണ്ടി വന്നത്. അപ്പൊ അതിശക്തനായ ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണ് അബിൻ വർക്കി. അപ്പോൾ ഈ കാൻഡിഡേറ്റിന്റെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം ആയിട്ട് വരുന്നതാണ് കുമ്മനം രാജശേഖരനും അതേപോലെ തന്നെ അബിൻ വർക്കി. വീണ ജോർജ് സ്വാഭാവികമായിട്ടും പണ്ട് 1ാം തവണ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു പരിചയവും അവരുടെ അന്നത്തെ ഒരു ഇമേജും ഒക്കെ അല്ല ഇപ്പോൾ മത്സരരംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമേജ്. ഇപ്പൊ മത്സരരംഗത്ത് വരുന്ന ഇമേജിൽ ഏറ്റവും വീണയ്ക്ക് ദോഷമാകാൻ പോകുന്നത്, വീണയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ആ സംഭവമാണ്. കണ്ണൂർ അത് വീണ ജോർജിന്റെ ഇമേജിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്, പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് വീണ ജോർജിന് പിന്നെ മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണ്. വെറും കരിങ്കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസിന്റെ റിപ്പോർട്ടും വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊരു വ്യാജമായ ഒരു സംഗതി, ഒരു കള്ളത്തരം കാണിച്ചു എന്നുള്ളൊരു ധാരണ എല്ലാവരിലും ഉണ്ട്. അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളിലെ സ്ത്രീകളിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വീണയ്ക്ക് ഇപ്പം അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇനി അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ പോലും പക്ഷെ അവർ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം വളരെ മോശപ്പെട്ട റിപ്പോർട്ടാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ വീണ ബെൻ പരാജയമായിരുന്നു. കാരണം ഒരു സിസ്റ്റം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഭരണപരമായ നൈപുണ്യം വീണ ജോർജിന് ഇല്ലാണ്ടായിപ്പോയി. കാര്യം ഇപ്പോൾ ICUവിൽ തീപിടുത്തം ഉണ്ടായി. ICUവിൽ തീപിടുത്തം ഉണ്ടായത് ഭരണത്തിൻ്റെ പ്രശ്നമാണ്, സിസ്റ്റം മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനെല്ലാം പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസിന് ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളിലെ സെക്രട്ടറിമാരും അതേപോലെ സൂപ്രണ്ട് മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ ഓരോന്നും കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഓഡിറ്റ് ചെയ്യുന്ന ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യേണ്ടതാണ് ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോയി. അതെനിക്കൊന്നും വീണയ്ക്ക് പരിചയമില്ലെന്ന് മനസ്സിലായി. ആ പരിചയമില്ലായ്മയുടെ പ്രശ്നം, ഒരു സിസ്റ്റത്തിനെ എങ്ങനെ കാണണം, ആ സിസ്റ്റം തിങ്കിങ് എന്നൊരു സംഗതി വന്നെങ്കിൽ മാത്രമേ ഒരു മിനിസ്റ്റർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ആ സിസ്റ്റം ഡിസൈൻ ഇല്ലാതായിരിക്കും ആർക്ക്, വീണ ജോർജ്. അതാണ് അവർക്ക് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അനുകൂലമായ പിന്നെ രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം 3 പേരും നല്ല മത്സരത്തിലേക്ക് വരികയും അത് ഒരു റിസൾട്ട് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൂ.
കാരണം 3 പേരും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ അനുകൂലമായ ഘടകങ്ങൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ കിട്ടിയ വോട്ടും സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഓർത്തഡോക്സ് സഭയുടെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ നാട്ടുകാർ എന്നൊക്കെയുള്ള സംഗതി വെച്ചും വീണയ്ക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷേ അബിൻ വർക്കിയോടെ ഒന്ന് വീണിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുമ്മനം അവിടുത്തെ മെജോറിറ്റി പോപ്പുലേഷൻ അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ്റെ വോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ ബിജു മാത്യു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ BJP കാൻഡിഡേറ്റായിട്ട് പരീക്ഷിച്ചു നോക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ വോട്ടും കൂടെ വീണ ജോർജ് തിരിച്ച് MD രമേശ് വന്ന സമയത്ത് ആ വോട്ട് മുഴുവൻ വീണയ്ക്ക് പോയ വോട്ട് മുഴുവൻ എം ഡി രമേശിന് വന്നിട്ട് 2016 MD രമേശ് മത്സരിക്കുന്നത്. 2016 MD രമേശ് മത്സരിക്കുന്നു. ആ 2016 MD രമേശ് മത്സരം 37,906 വോട്ട് MD രമേശിന് കിട്ടി. 2021 ബിജു മാത്യു മത്സരിച്ച സമയത്ത് 29,990 വോട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ 10,000 വോട്ട് നേരെ വീണയ്ക്ക് പോയി വീണ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ ഹിന്ദു വോട്ടിന്റെ ഒരു മാറിമറിയൽ നടക്കുന്നുണ്ട്. അതാണ് ഈ വീണ ജോർജിന് അനുകൂലമായി മാറുന്ന ഘടകങ്ങൾ. അത് കുമ്മനം ഇപ്രാവശ്യം ചലിപ്പിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടായാലും അത് ഒരു നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.